Namaste viewers, welcome back to my new video. In the 19th November ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിഫ്റ്റി ആൻഡ് ഓപ്ഷന്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നിഫ്റ്റിയിൽ ബൈസിക്കിൾ കാണിച്ചത് ഗ്രീൻ കളറിൽ അപ്പോൾ ബൈസിക്കിൾ കാണിച്ചത് 23,592 9/19 തന്നെയാണ് നമുക്ക് ബൈസിക്കിൾ കാണിച്ചത്. അപ്പോൾ നമുക്കിവിടെ ബൈ വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കോൾ സൈഡ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ സോഫ്റ്റ് ഇവിടെ എഴുതി കാണിച്ചുകൊണ്ട് ലെവൽ 23,592. അപ്പോൾ നമ്മൾ ഈ ലെവൽ അനുസരിച്ചുള്ള സ്ട്രൈക്ക് സെലക്ഷൻ ആണ് നടത്തേണ്ടത്. സ്ട്രൈക്ക് സെലക്ഷൻ കംപ്ലീറ്റ്ലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് ചെയ്യുക. അത് നമുക്ക് ഇൻ ദ മണിയിലോ അറ്റ് ദ മണിയോ ഔട്ട് ഓഫ് ദ മണി ഏത് വേണമെങ്കിലും എടുക്കാവേ. അപ്പോൾ നമ്മൾ മെയിൻ ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് കാണാനോ ഓപ്ഷൻ സ്ട്രാറ്റജി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. കോളർ വാട്സാപ്പ് സെയിം നമ്പർ തന്നെയാണ് കോൺടാക്ട് ചെയ്യുക. അപ്പം 23,592 നമുക്ക് ബൈ തന്നു. അപ്പം ഞാൻ ഓൾറെഡി ഒരു ഓപ്ഷൻ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ കോൾ ഓപ്ഷൻ ചാർട്ട്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ഇതുപോലെ ഓപ്ഷൻ ചാർട്ടുകൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് കേട്ടുകണ്ടത്. നിഫ്റ്റി ഓപ്ഷൻ ചാർട്ട്, അതുപോലെ ബാങ്ക് നിഫ്റ്റിൻ്റെ ഇതുപോലെ സെപ്പറേറ്റ് ചാർട്ട്, കോളിൻ്റെ പുട്ടിൻ്റെ സെപ്പറേറ്റ് ചാർട്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഓപ്ഷൻ പ്രീമിയം ചാർട്ടിനകത്ത് കൺഫേം എൻട്രി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ 23,500 കോൾ ഓപ്ഷൻ ചാർട്ടാണ്. 187 നമുക്ക് ബൈസിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളത് കൺഫേം ആണെന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഓൾറെഡി ആ ഓപ്ഷൻ ചാർട്ടിനകത്ത് ബൈസിക്കിളുണ്ട്. ഇത് കൺഫേം എന്ന് പറയുന്ന ആരോയ്ക്ക് താഴെയുള്ള ബാർ എന്തായിരിക്കണം, ഇതുപോലെ ഗ്രീൻ കളറിലോട്ട് വരണം. അതുപോലെ പ്രൈസ് ഇവിടെ ബൈ സോൺ ആയിരിക്കും. ഈ രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ 187 നമുക്ക് ഓപ്ഷൻ ചാർട്ട് വരുമ്പോൾ ഓപ്ഷൻ്റെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ടെംപ്ലേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു എൻട്രിയും എക്സിറ്റ് ലെവൽ ഉൾപ്പെടെ അതിനകത്ത് കാണിച്ചിരും. ഇപ്പോൾ 187.5 നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സിറ്റ് ലെവലാണ് 172, 185 ആൻഡ് 197. 3 എക്സിറ്റ് ലെവലുണ്ട്. ഈ എക്സിറ്റ് ലെവലും കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പിന്നെയും കയറുവാണെങ്കിൽ നമുക്കവിടെ റീ എൻട്രി ഓപ്ഷൻ ഉണ്ട്. റീ എൻട്രി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ബ്രേക്ക്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് പോവാണ്. ഇനിയിപ്പോൾ ഇത് കണ്ട റെഡ് സ്റ്റാർ അത് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലാണ്. അവിടെ നിന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവിടെ ഒരു റീ എൻട്രി എടുക്കാം. ഡിപ്പെൻഡ്സ്, നമുക്ക് അത് റിസ്ക് എടുക്കാൻ പറ്റില്ലെന്നെങ്കിൽ ഈ ഒരു ട്രേഡോട് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ കളർ ഫോം ചെയ്യുന്ന കാണാം. നമുക്ക് റെഡും ഗ്രീനും അല്ലാതെ ഫോം ചെയ്യുന്ന എല്ലാ ക്യാൻഡിൽസും നമുക്ക് സൈഡ് ഇൻഡിക്കേഷനാണ് നൽകുന്നത്. അപ്പം ഇത് രാവിലെ തന്നെ നമുക്ക് മോർണിംഗിലും ആ ഒരു ട്രേഡിൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതായത് രാവിലെ 9:15 ശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 5 മിനിറ്റിൽ തന്നെ മാർക്കറ്റിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സിഗ്നൽ കാണിച്ചു തരുന്നു. നല്ലൊരു ട്രേഡായിരുന്നു രാവിലെ തന്നെ. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ അത് കറക്റ്റ് ടൈമിൽ പിക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓപ്ഷൻ ചാർട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഐഡിയ കിട്ടും നമ്മൾ ഏത് ലെവൽ വരുമ്പോൾ എക്സിറ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ആ ഒരു ലെവലിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് റീ എൻട്രി എടുക്കണമെങ്കിൽ റീ എൻട്രി ഞാൻ പറഞ്ഞ രീതിയിൽ എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ സ്റ്റാർട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടോ എങ്കിൽ കോൺടാക്ട് ചെയ്തോളും. താങ്ക് യു.